ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജൂലൈ 27-ന് നടക്കാൻ പോകുന്ന തിരുവനന്തപുരം LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാലും മതി. എന്തായാലും എക്സാമിന് മുമ്പ് ഈ കറണ്ട് അഫേഴ്സൊക്കെ ഒന്ന് വായിച്ചിട്ടെങ്കിലും പോകുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി. പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിനാണ് പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഓഗസ്റ്റ് 23 പ്രത്യേകത എന്താണ്? 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ-3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ബ്രസീൽ. ബ്രസീലിലാണ് G20 2024 നടക്കുന്നത്. അപ്പോൾ G20 2023 വേദി എവിടെയായിരുന്നു? ഇന്ത്യ. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയാണ് നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. രാജീവ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് ഇനി പറയുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇനിയും കൂടുതൽ സമയമെടുക്കും. വീഡിയോ ഭയങ്കര ലെങ്തായിട്ട് പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടാണ് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്? എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്? 18ാമത്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. നിലവിലെ ലോക്സഭാ സ്പീക്കർ. നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. ചന്ദ്രയാൻ-3 വിക്ഷേപിച്ച ദിവസം. ചന്ദ്രയാൻ-3 വിക്ഷേപിച്ച ദിവസം എന്നാണ്? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ-3 വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും. എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും 2023 ജൂലൈ 14 ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ-3 വിക്ഷേപിച്ചത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായ 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായ 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. പുഷ്കർ സിംഗ് ധാമി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? പുഷ്കർ സിംഗ് ധാമി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി. കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ. AN ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ. 2025 ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യം. 2025 ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യം നേപ്പാൾ. നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ 2025 ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. 2024 എന്ത് വർഷമായിട്ടാണ് UN ആഘോഷിക്കാൻ തീരുമാനിച്ചത്? 2024 എന്ത് വർഷമായിട്ടാണ് UN ആഘോഷിക്കാൻ തീരുമാനിച്ചത്? അന്താരാഷ്ട്ര ഒട്ടകവർഷം. അപ്പോൾ അന്താരാഷ്ട്ര ഒട്ടകവർഷമായിട്ടാണ് 2024 UN ആചരിക്കുന്നത്. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം.
നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് എന്നാണ് 2023 നവംബർ 23. 2023 നവംബർ 23-നാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. ജസ്റ്റിസ് ഫാത്തിമ ബീവിനെ കുറിച്ച് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, എന്താണത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. 2024 ലോക ആരോഗ്യദിന പ്രമേയം. 2024 ലോക ആരോഗ്യദിന പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്സ്. മൈ ഹെൽത്ത് മൈ റൈറ്റ്സ് എന്നതാണ് 2024 ലോക ആരോഗ്യദിന പ്രമേയം. എന്നാണ് ലോക ആരോഗ്യദിനം? ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്സ്, അഥവാ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്കാണ് 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം ബ്രസീൽ. ബ്രസീലിലെ ബെലേം എന്ന സ്ഥലത്താണ് 2025 UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP30 നടക്കുന്നത്. 2024 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അഥവാ COP29 വേദിയാകുന്ന രാജ്യം. 2024 UN കാലാവസ്ഥാ ഉച്ചകോടി COP29 വേദിയാകുന്ന രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാനിലെ ബാക്കുവിലാണ് 2024 UN കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത്. കേരള സഹകരണ വകുപ്പ് മന്ത്രി. കേരള സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. VN വാസവനാണ് കേരള സഹകരണ വകുപ്പ് മന്ത്രി. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര്? MB രാജേഷ്. MB രാജേഷാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത്. MB രാജേഷ് ആരാണ്? നമ്മുടെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും MB രാജേഷാണ്. അപ്പോൾ MB രാജേഷിൻ്റെ പുസ്തകമാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചി വാട്ടർ മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ്. മുഹമ്മദ് ഹബീബാണ് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? 2024 ജൂൺ 24. 2024 ജൂൺ 24-നാണ് 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യമാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം. അപ്പോൾ കുറച്ചു മുമ്പ് നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഏതാണ്? സ്വീഡൻ. സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം. അപ്പോൾ നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. SBIയുടെ പുതിയ ചെയർമാൻ. SBIയുടെ പുതിയ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി. ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് SBIയുടെ പുതിയ ചെയർമാൻ. ആരാണ്? ചല്ല ശ്രീനിവാസലു ഷെട്ടി. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം ഏതാണ്? USA. USA ആണ് ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം.
2024 മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏതു രാജ്യത്താണ്? 2024 മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏതു രാജ്യത്താണ്? അമേരിക്ക. അമേരിക്കയിലാണ് 2024 മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം സ്ഥിതി ചെയ്യുന്നത്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ് 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം നേടിയത്. റണ്ണറപ്പ് ആയതാരാണ്? റണ്ണറപ്പ് ഗോവയായിരുന്നു. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഹെയ്തിയാണ് 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഹെയ്തിയുടെ ക്യാപിറ്റൽ ഏതാണ്? പോർട്ടോ ഓ പ്രിൻസ് ആണ് ഹെയ്തിയുടെ ക്യാപിറ്റൽ. RBIയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? RBIയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപ നാണയം. അപ്പോൾ RBIയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ 90 രൂപയുടെ നാണയം. RBI എന്നാണ് നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വന്നത്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയെന്ന ബഹുമതിക്കർഹയായ ലക്ഷ്മി എൻ മേനോൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27-ന് ആഘോഷിച്ചത്? കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയായ ലക്ഷ്മി എൻ മേനോൻ അവരുടെ എത്രാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27-ന് ആഘോഷിച്ചത്? 125-ാമത് ജന്മവാർഷികം. അപ്പോൾ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി എന്ന ബഹുമതിക്കർഹയായ ലക്ഷ്മി എൻ മേനോൻ്റെ 125-ാമത് ജന്മവാർഷികമാണ് 2024 മെയ് 27-ന് ആഘോഷിച്ചത്. സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണെന്ന് ചോദിച്ചാൽ സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിൽ. അപ്പോൾ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കം നിലവിൽ വന്നത്. അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ ഒരെണ്ണം പഠിച്ചായിരുന്നല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതായിരുന്നു? അത് കൊച്ചി വാട്ടർ മെട്രോയാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലും, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലുമാണ്. ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം. ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. പാകിസ്ഥാന്റെ 24-ാമത് പ്രധാനമന്ത്രി. പാകിസ്ഥാന്റെ 24-ാമത് പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ 24-ാമത് പ്രധാനമന്ത്രി. പാകിസ്ഥാന്റെ 24-ാമത് പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിനെ പഠിച്ചല്ലോ, അതാരായിരുന്നു? ഷെയ്ഖ് ഹസീന. അപ്പോൾ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും പാകിസ്ഥാന്റെ 24-ാമത് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഷഹബാസ് ഷെരീഫും. രണ്ടുപേര് തമ്മിൽ കൺഫ്യൂഷൻ അടിക്കരുതും കേട്ടോ, നന്നായിട്ട് പഠിച്ചു വയ്ക്കണേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പേരാണ്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി. കേരള ലോകായുക്ത.
കേരള ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാർ. എൻ അനിൽകുമാറാണ് കേരള ലോകായുക്ത. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. വി ഹരിനായരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരള ചീഫ് സെക്രട്ടറി. കേരള ചീഫ് സെക്രട്ടറിയാണ് വി വേണു. വി വേണുവാണ് കേരള ചീഫ് സെക്രട്ടറി. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എസ് എം വിജയാനന്ദ്. എസ് എം വിജയാനന്ദാണ് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആരാണ്? കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് പി കെ രാമചന്ദ്രൻ. പി കെ രാമചന്ദ്രനാണ് കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ. അതിൻ്റെ കൂടി തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? അത് പിണറായി വിജയനാണ് കേട്ടോ. അപ്പോൾ കേരള ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് ചോദിച്ചാൽ പിണറായി വിജയനും കേരള ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ പി കെ രാമചന്ദ്രനും. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവ്നി ലേഖര. അവ്നി ലേഖരയാണ് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയ്യപുരം ചുണ്ടൻ. വിയ്യപുരം ചുണ്ടനാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന ആന. കേശു എന്ന ആനയാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. അപ്പോൾ ബാലമിത്ര 2.0 എന്താണ്? കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. വാട്സപ്പിന് ബദലായി കേന്ദ്ര മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ. വാട്സപ്പിന് ബദലായി കേന്ദ്ര മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സന്ദേശ്. സന്ദേശാണ് വാട്സപ്പിന് ബദലായി കേന്ദ്ര മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15. 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ. ദിവ്യ എസ് അയ്യറാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന്. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന് 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവള. എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവളയാണ് യൂഫൈലെറ്റിസ് ജലധാര. യൂഫൈലെറ്റിസ് ജലധാരയാണ് എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവള. എന്താണ് യൂഫൈലെറ്റിസ് ജലധാര? അട്ടപ്പാടി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലി. അട്ടപ്പാടി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലിയാണ് ഈസ പല്ലി. ഈസ പല്ലിയാണ് അട്ടപ്പാടി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലി. സംസ്ഥാന ധനകാര്യമന്ത്രി. സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. കെ എൻ ബാലഗോപാലാണ് സംസ്ഥാന ധനകാര്യമന്ത്രി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നാരി ശക്തിവദൻ അധിനിയം ബില്ല്. നാരി ശക്തിവദൻ അധിനിയം ബില്ലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല്. നാരി ശക്തിവദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത്. നാരി ശക്തിവദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20 നാരി ശക്തിവദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത്. നാരി ശക്തിവദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത്. നാരി ശക്തിവദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത്
2023 സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21 നാരി ശക്തി വദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത്. നാരി ശക്തി വദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നാരി ശക്തി വദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അപ്പോൾ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20, രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്താദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭ. പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്താദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭയാണ് പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്താദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭ. ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന. ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് 5+3+3+4. എന്താണ്? 5+3+3+4 ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന. UGCക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷൻ. UGCക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷനാണ് HEC അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ UGCക്ക് പകരം നിലവിൽ വരുന്ന കമ്മീഷനാണ് HEC അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. അപ്പോൾ വിക്രമാണ് ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര്. ആദിത്യ L1ലെ പെലോഡുകളുടെ എണ്ണം. ആദിത്യ L1ലെ പെലോഡുകളുടെ എണ്ണമാണ് 7. 7 പെലോഡുകളാണ് ആദിത്യ L1ൽ ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികളുടെ പേരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഖർ. ജഗ്ദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ കരസേനാ മേധാവി. ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി. ഇന്ത്യയുടെ നാവികസേനാ മേധാവി. ഇന്ത്യയുടെ നാവികസേനാ മേധാവിയാണ് ദിനേശ് കെ ത്രിപാഠി. ദിനേശ് കെ ത്രിപാഠിയാണ് ഇന്ത്യയുടെ നാവികസേനാ മേധാവി. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരി. വിവേക് റാം ചൗധരിയാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി. രാജസ്ഥാൻ മുഖ്യമന്ത്രി. രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖ ശർമ്മ. രേഖ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോ സായ്. വിഷ്ണു ഡിയോ സായിയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. RBI ഗവർണർ. RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് RBI ഗവർണർ. 2023 സാഹിത്യ നൊബേൽ ലഭിച്ച വ്യക്തി ആര്? 2023 സാഹിത്യ നൊബേൽ ലഭിച്ച വ്യക്തിയാണ് യോൻ ഫോസെ. യോൻ ഫോസെയ്ക്കാണ് 2023 സാഹിത്യ നൊബേൽ ലഭിച്ചത്. അദ്ദേഹം നോർവേക്കാരനാണ്. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനിയാണ് ഹിൽ ഇന്ത്യ. ഹിൽ ഇന്ത്യയാണ് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി. 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് വേദിയാണ് പാരീസ്. ഫ്രാൻസിലെ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 ഒളിമ്പിക്സ് വേദി. 2028 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. 2032 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ.
അപ്പോൾ 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ, 2024 പാരീസിലും 2028 ലോസ് ഏഞ്ചൽസിലും 2032 ബ്രിസ്ബെയിനിലുമാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റിയിൽ അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മലയാളിയായ PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരം. 2023 പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. 2023 പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ MR തമ്പാൻ. ഡോക്ടർ MR തമ്പാൻ എഴുതിയ പുസ്തകമാണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം. ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധിച്ച ഹൈക്കോടതി. ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധിച്ച ഹൈക്കോടതി. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാണ് ന്യൂസാന്തര. ന്യൂസാന്തരയാണ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം. 2023 വയലാർ അവാർഡ് നേടിയത്. 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? M ലീലാവതി. M ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി അടുത്ത വർഷം നടപ്പാക്കുന്ന ആളില്ലാ പരീക്ഷണ ദൗത്യം. ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി അടുത്ത വർഷം നടപ്പാക്കുന്ന ആളില്ലാ പരീക്ഷണ ദൗത്യമാണ് GX മിഷൻ. എന്താണ്? GX മിഷനാണ് ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി അടുത്ത വർഷം നടപ്പാക്കുന്ന ആളില്ലാ പരീക്ഷണ ദൗത്യം. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം. 2024 G7 ഉച്ചകോടി വേദി. 2024 G7 ഉച്ചകോടി വേദി എവിടെയാണ്? ഇറ്റലി. ഇറ്റലിയിലാണ് 2024 G7 ഉച്ചകോടി നടക്കുന്നത്. 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി. 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് വേദി എവിടെയൊക്കെയാണ്? അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലാണ് 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേക്ഷണത്തിനുള്ള നാസയുടെ ദൗത്യം. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേക്ഷണത്തിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ. അപ്പോൾ ഡ്രാഗൺ എന്താണ്? ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേഷണത്തിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ. 45 ദിവസത്തെ അധികാരത്തിനു ശേഷം സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 45 ദിവസത്തെ അധികാരത്തിനു ശേഷം സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ലിസ് ട്രസ്. അപ്പോൾ 45 ദിവസത്തെ അധികാരത്തിനു ശേഷം സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ലിസ് ട്രസ്. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഇന്ന് തന്നെ പഠിച്ചു പോവുക. എക്സാമിന് കുറച്ച് ദിവസം കൂടിയുള്ളൂ. അപ്പോൾ മാക്സിമം കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. Thank you.